ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അത് മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി വന്ന് VS-ന് ആദരാഞ്ജലി അർപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്? ഞാനും VS എനിക്ക് വളരെ സ്നേഹമുള്ള ആളായിരുന്നു. എന്നോട് വളരെ സ്നേഹമായിരുന്നു. VS-ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതായാലും ആ ഇഷ്ടം ഇനി ഇല്ല, പക്ഷേ മനസ്സിൽ എന്ന് സൂക്ഷിക്കും. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ എന്നുമെന്നും സൂക്ഷിക്കും. മനസ്സിൽ എന്നുമെന്നും സൂക്ഷിക്കാം എന്നുറപ്പുള്ള മനുഷ്യരുടെ ഒരു വലിയ കൂട്ടത്തെ കൂടിയാണ് നമ്മൾ കാണുന്നത്. അതിന് മന്ത്രി വി ശിവൻകുട്ടി എന്നോ ഏറ്റവും ചെറിയൊരു കുട്ടിയെന്നോ വ്യത്യാസമില്ല. അങ്ങനെ യാതൊരു വ്യത്യാസങ്ങൾക്കും ഇടയാകാത്ത വിധം അവിടേക്ക് ഒരു വലിയ ജനപ്രവാഹം ഒഴുകിയെത്തുകയാണ്. VS-നെ കാണാൻ VS-ന്റെ കർമ്മപഥം അത്രമേൽ വിപുലമായിരുന്നു. സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്കും എല്ലാ വിഭാഗം മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന ജനകീയനായ നേതാവിന് ഉള്ളു തൊട്ട് വിട പറയുകയാണ് കേരളം. എല്ലാ മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ, എല്ലാ നാടുകളിൽ നിന്നുമുള്ള മനുഷ്യർ, ഇപ്പോൾ ഒരുപക്ഷെ അവിടേക്ക് പോകാൻ കഴിയാത്തവർ ടെലിവിഷനിലോ മറ്റു മാധ്യമങ്ങളിലൂടെയോ കൂടെ VS-ന്റെ ഈ ചടങ്ങുകൾ വീക്ഷിക്കുന്നവർ, ഹൃദയം കൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർ, എല്ലാവരും ആ വലിയ ജനപ്രവാഹത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തയ്യാറെടുപ്പുകളും റെഡ് വളണ്ടിയർമാർ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ് എന്നത് സംബന്ധിച്ച് അവർക്ക് തന്നെ ആശങ്കയുണ്ട്. രാവിലെ 9 മണിയോടുകൂടി വീട്ടിലേക്ക് VS-ന്റെ മൃതശരീരം കൊണ്ടുവരും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതാണ്, തിരുവനന്തപുരം മുതലുള്ള യാത്രയിൽ VS-നെ അനുഗമിച്ചവർ പുന്നപ്രയിലെ വീട്ടിലേക്ക് വരെ പോയവരുണ്ട്. അത്രയും ദൂരം VS-നൊപ്പം അടിവെച്ചു നടന്നവരുണ്ട്. VS തൻ്റെ മുണ്ടിൻ്റെ കൊന്തലയൊന്ന് ഉയർത്തിപ്പിടിച്ച് കൈവീശി ഇറങ്ങി വരുന്ന ഇടത്ത് തുടങ്ങുന്ന ആരവങ്ങൾ കേരളത്തെ എത്രത്തോളം ധീരമായ പോരാട്ടങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്.